പുടിനെ വധിക്കാൻ സെലൻസ്കി ശ്രമിച്ചോ? അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാണ് ആരോപണം. വലിയ ആരോപണമാണ്, അതീവ ഗുരുതരമാണ് ഈ ആരോപണം എന്നുള്ളതാണ്. റഷ്യയിലെ പുടിൻ്റെ വസതിക്ക് നേരെ ആക്രമണം നടത്താൻ, മോസ്കോയിലുള്ള ഔദ്യോഗിക വസതിക്ക് നേരെ ആക്രമണം നടത്താനായിട്ടാണ് ശ്രമം നടന്നതെന്ന് പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് വലിയ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണത്തിനാണ് പദ്ധതി ഇട്ടിരുന്നതെന്ന് പറയുന്നത്. അതായത് റഷ്യക്കകത്തേക്ക് കയറി ഡ്രോൺ ആക്രമണം നടത്താൻ കഴിഞ്ഞ ഒരു രാജ്യം കൂടിയാണ് ഉക്രൈൻ എന്നുള്ളത്. ഉക്രൈൻ്റെ ശേഷിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണേണ്ടതില്ല. കാരണം അമേരിക്കയുടെ വലിയ പിന്തുണ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധ സംഭാവന, ഇതെല്ലാം കൊണ്ട് തന്നെ മികവുറ്റ ആയുധങ്ങൾ, അതായത് വലിയ കരുത്തുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഉക്രൈൻ്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് വേണമെങ്കിൽ ആക്രമിക്കാനും കഴിയും. ആ ഉക്രൈൻ്റെ ശേഷിയൊന്നും ഇവിടെ തള്ളി പറയേണ്ടതില്ല എന്നുള്ളതാണ്. ഒരിക്കലും പുടിനെ വധിക്കാനൊന്നും ഉക്രൈന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതാവുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ശക്തി എത്രത്തോളമുണ്ടോ, ഇല്ലെങ്കിൽ റഷ്യയുടെ ശക്തി എത്രത്തോളമുണ്ടോ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെയൊക്കെ പിന്തുണയോടുകൂടി ഉക്രൈനും വലിയ കരുത്തുണ്ട്. അപ്പോൾ റഷ്യയെ ലക്ഷ്യം വയ്ക്കാനും ആക്രമിക്കാനും ഒക്കെ ഉക്രൈന് കഴിയുന്നുമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല കാര്യം. ഒരു സൂക്ഷ്മമായ ആക്രമണം, സാധാരണ യുദ്ധം ചെയ്ത് വിജയിക്കാനൊന്നും റഷ്യയോട് മുട്ടി ജയിക്കാനൊന്നും ഈ പറയുന്ന ഉക്രൈന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഒരു കൃത്യമായ സൂക്ഷ്മമായ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു ശേഷി സെലൻസ്കിക്കോ ഇല്ലെങ്കിൽ ഉക്രൈനോ ഉണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല. വലിയ രീതിയിൽ അങ്ങനെ ആക്രമണം നടത്താനും പറ്റും. യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കും. കാരണം അത്രയേറെ വലിയ സേന റഷ്യയ്ക്കുണ്ട്, ആയുധശേഖരങ്ങളുണ്ട്, എല്ലാമുണ്ട്, എല്ലാ കഴിവുമുണ്ട്. ഒരു ആണവ രാജ്യം കൂടിയാണല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് അറ്റാക്ക് പുടിനെ ലക്ഷ്യം വെച്ച് ചെയ്യാനായിട്ട് സെലൻസ്കിയും ഉക്രൈനും ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പരാജയപ്പെടുത്തിയോ ഇല്ലെങ്കിൽ അതിനെ നടത്തിയില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. അങ്ങനെ ഒരു ആരോപണം പുടിൻ ഉന്നയിച്ചിരിക്കുകയാണ്. പക്ഷേ സെലൻസ്കി അതിനെ പ്രതിരോധിക്കുന്നത്, ഇല്ലെങ്കിൽ ഉക്രൈൻ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ക്യാപിറ്റലായിട്ടുള്ള കീവ് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ് റഷ്യ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ മറുഭാഗവും കൂടി നോക്കണം. ഏതാണ് മറുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയുടെ ആരോപണം മാത്രമല്ല, അവിടെ ട്രംപ് കൂടി റഷ്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ആക്രമണം അതൊരു ശരിയല്ലാത്ത കാര്യമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് ശരിയല്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടു, ഇല്ലെങ്കിൽ അതിനൊരു ശ്രമം നടത്തി എന്ന് വേണം വിലയിരുത്താൻ. ഉക്രൈൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അതായത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യക്കകത്ത് കയറി ആക്രമണം നടത്തിയപ്പോൾ ആരും ഉപയോഗിക്കാത്ത അതീവമായിട്ടുള്ള സൂക്ഷ്മ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ചരക്ക് ട്രക്കുകൾ എന്നുള്ള വ്യാജേന റഷ്യക്കകത്തേക്ക് കടത്തി വിട്ടിട്ടാണ് ട്രക്കുകൾക്കകത്ത് നിന്ന് ഡ്രോണുകൾ ഉയർന്നു പോയിട്ട് റഷ്യയുടെ എയർ ബേസുകൾ അറ്റാക്ക് ചെയ്തത്. അതിന് സമാനമായ രീതിയിൽ ചാരന്മാരെ ഉപയോഗിച്ചോ മോസ്കോയിൽ പുടിൻ്റെ വസതിക്ക് നേരെ ആക്രമണം നടത്താനൊക്കെ ഇവർക്കൊരു പക്ഷേ കഴിഞ്ഞിരിക്കും. പക്ഷേ പുടിൻ്റെ സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നത് വളരെ കരുത്തുറ്റതാണ്. നമുക്കറിയാം, മോദിയും പുടിനുമായിട്ട് ചൈനയിൽ സന്ദർശനം നടത്തുമ്പോൾ ഏതാണ്ട് 40 മിനിറ്റോളം മോദിയെ പുടിൻ്റെ കാറിനകത്തിരുത്തി ഒരു അസാസിനേഷൻ ശ്രമത്തെ തടഞ്ഞു എന്ന് പറഞ്ഞ രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ആ വാർത്തകളുടെ ശരി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല. അതിനെ പറ്റിയിട്ട് ഒരുപാട് അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഇതിനെപ്പറ്റി സ്ഥിരീകരിച്ചിട്ടുമില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു ശ്രമം നടന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും അത്രയും നേരം ആ വാഹനത്തിൽ ചെലവഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പുടിൻ്റെ സുരക്ഷാ സംവിധാനം അത്ര ചെറുതൊന്നുമല്ല, അതിഗംഭീരമായ സുരക്ഷാ സംവിധാനമാണ്. പുടിനെ അത്രയ്ക്ക് വേഗത്തിലൊന്നും ആക്രമിക്കാൻ കഴിയില്ല. പുടിൻ്റെ വസതിക്ക് നേരെ ഒരു ഡ്രോൺ ആക്രമണമോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോ ഫ്ലൈ സോൺ ആയിരിക്കും സ്വാഭാവികമായും. ഈ പറയുന്ന ലോക നേതാക്കളുടെ എല്ലാം വീടുകൾ, വസതികളെല്ലാം തന്നെ നോ ഫ്ലൈ സോണാണ്. അതിൻ്റെ മുകളിൽ കൂടി വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. ആ ദിശയിലേക്ക് വിമാനങ്ങൾ വന്നാൽ തന്നെ വെടിവെച്ചിടുന്നത് സാധാരണഗതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ്. അതൊരു പാസഞ്ചർ വിമാനം പോലും അതുവഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ളത്. നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുകളിൽ കൂടെയൊന്നും ഒരു യുദ്ധവിമാനമോ ഒരു സാധാരണ ഒരു യാത്രാ വിമാനമോ ഒന്നും പറക്കില്ല. കാരണം അത് നോ ഫ്ലൈ സോണാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തേക്ക് അതീവ സുരക്ഷയുള്ള, അതും യുദ്ധം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്തായാലും 2022 ഫെബ്രുവരിയിലാണ് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത്. റഷ്യ യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം നീണ്ട് ഇപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക്, ഈ 2026 ഫെബ്രുവരി, അതായത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ
4 വർഷമാവുകയാണ് യുദ്ധം തുടങ്ങിയിട്ടുള്ളത്. അപ്പം 4 വർഷമാകുമ്പോൾ പുടിന് നേരെ റഷ്യയിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 4 വർഷവുമായിട്ട് ഇത്രയും യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ള, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറിലേക്ക്, ഉടമ്പടികളിലേക്ക് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങളൊക്കെ നീങ്ങുമ്പോഴും ഈ പറയുന്ന യുദ്ധത്തിന് അറുതിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീവ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിതസ്ഥിതി അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുകയാണ് പുടിൻ എന്നുള്ള ആരോപണത്തിന് ചില ശരികളുമുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഡോൺബാസ് അടങ്ങുന്ന മേഖലകളിലേക്ക് വൻതോതിൽ സൈന്യം എത്തുന്നു. ഏതാണ്ട് അതിൻ്റെ 90% റഷ്യയുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഒരു ചെറിയ പ്രദേശം മാത്രമാണ്, സപ്പോറിയാസിയ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രമാണ് ഇനി പിടിക്കാനുള്ളത്. അവിടേക്ക് ഞങ്ങൾ സൈന്യത്തെ അയക്കുകയാണ് എന്ന് പുടിൻ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും സെലൻസ്കി അവിടം വിട്ടു നൽകണം എന്നുള്ള വാശിയിലാണ് ഈ പറയുന്ന ഒത്തുതീർപ്പ് ഉടമ്പടിയിലൊക്കെ വലിയ തർക്കമുണ്ടാക്കിയത്. ആ തർക്കം നിലനിൽക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അപൂർവ ധാതുക്കളുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ ധാതുക്കളുടെ എല്ലാം വലിയ ആവശ്യമാണുള്ളത്. കാരണം ലോകത്തിൻ്റെ ധാതു നിക്ഷേപങ്ങളിൽ മഹാഭൂരിപക്ഷവും ചൈന കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ നിർമ്മാണ ഉൽപ്പാദന മേഖലകളും സാങ്കേതിക രംഗവും ഉയർന്നു തന്നെ നിൽക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇത്തരം ധാതു നിക്ഷേപങ്ങളെല്ലാം സ്വന്തമാക്കിയേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ബലൂച്ച് മേഖലയിലടക്കം പ്രവർത്തനങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. ഏതായാലും പുടിൻ്റെ നീക്കം എന്നുള്ളത് ആ മേഖലകൾ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 90% ഉക്രൈൻ്റെ പ്രദേശങ്ങൾ പുടിൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് വളരെ കുറച്ച് പ്രദേശങ്ങളെ ഇനി കൈയടക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നത് 5-ൽ 4 പ്രദേശവും റഷ്യ കൈയടക്കി എന്നാണ്. ഇപ്പോൾ അതല്ല, അതിലും കൂടുതൽ പ്രദേശങ്ങൾ റഷ്യയുടെ കൈപ്പിടിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ മേഖലകളെല്ലാം തന്നെ ഇനി അടിച്ചു തോൽപ്പിച്ച് പിടിക്കുകയാണെങ്കിൽ സെലൻസ്കിക്ക് ഒന്നുകിൽ പുടിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. പുടിന് മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ വിചാരണ നടത്തി കൊല്ലുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2, സദ്ദാം ഹുസൈൻ്റെ അവസ്ഥയാവും. 2, ഇല്ലെങ്കിൽ പലായനം ചെയ്യാം. പലായനം ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അമേരിക്കയിൽ പോയി അഭയം തേടുക, ഇല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അഭയം തേടുക എന്നുള്ളതാണ് സെലൻസ്കിക്ക് മുമ്പിലുള്ള മാർഗം. ഏതായാലും അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ ഉക്രൈൻ റഷ്യ യുദ്ധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പുടിനെ ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നത് തന്നെ, അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന റഷ്യയുടെ ലക്ഷ്യം അടുത്ത് സെലൻസ്കി ആയിരിക്കും. സെലൻസ്കിയുടെ വസതി ആക്രമിക്കാൻ പുടിൻ്റെ വസതി ആക്രമിക്കുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല. റഷ്യയ്ക്ക് അതിന് കഴിയുകയും ചെയ്യും. നേരത്തെ തന്നെ സെലൻസ്കിയെ വധിക്കാനും ഉക്രൈന് കഴിയുമായിരുന്നു. പക്ഷേ റഷ്യയ്ക്ക് കഴിയുമായിരുന്നു. റഷ്യ അത് ചെയ്യാത്തതിന് കാരണം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ ഇടപെടലിന് കാരണമാകും. അത് കൂടുതൽ സങ്കീർണമായ പ്രശ്നം, യൂറോപ്പ് ആകെ തന്നെ യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഏതായാലും സെലൻസ്കി അവിടെ നിന്ന് നീക്കാതെ, അത് കൊലപ്പെടുത്തിയിട്ടാണോ ഇല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയോ ഇല്ലെങ്കിൽ പലായനം ചെയ്യേണ്ടി വന്നിട്ടാണെങ്കിലും ശരി തന്നെ അവിടെ റഷ്യക്ക് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അതിന് ഇത് മാർഗ്ഗമുള്ളൂ, മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം, ഗുരുതരമായ പുടിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചാൽ ഈ പറയുന്ന തിരിച്ചടി എന്നുള്ള ഒരു പേരിൽ, ഇല്ലെങ്കിൽ ഞങ്ങളെ ലക്ഷ്യം വെച്ചു, എന്നെ ലക്ഷ്യം വെച്ചു, അതുകൊണ്ട് എനിക്ക് തിരിച്ചങ്ങോട്ട് തോക്കു ചൂണ്ടാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ ആയിരിക്കാം പുടിൻ്റെ വസതിയിലേക്ക് നടത്താനായിട്ട് ഇവർ ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാത്രവുമല്ല എന്നൊരു വാദവുമുണ്ട്. കാരണം അമേരിക്കൻ പിന്തുണയോടുകൂടി ഉക്രൈന് കിട്ടിയ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്നൈപ്പറുകളാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും ഈ പറയുന്ന ശീതയുദ്ധ കാലഘട്ടത്തിലുമൊക്കെ റഷ്യയും അമേരിക്കയും തങ്ങളിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ, നേതാക്കളെയൊക്കെ വധിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതും സ്നൈപ്പർമാരെയാണ്. അതിൽ മഹാഭൂരിപക്ഷവും അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉക്രൈനിൽ നിന്നുള്ള വലിയ പോരാളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉക്രൈൻ അങ്ങനെ ഒരു നിസ്സാര രാജ്യമല്ല, പോരാളികളുടെ രാജ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉക്രൈൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുടിനെ തീർക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ആരോപണങ്ങളുണ്ട്. എക്സ് ഹാൻഡിലുകളിൽ നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്നൈപ്പർ ടു ഷോട്ട് ഡൗൺ പുടിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. പുടിനെ അസാസിൻ ചെയ്യാനായിട്ട് സ്നൈപ്പറുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്നൈപ്പർ ഷൂട്ടേഴ്സ് ഉണ്ട്. അവർ വലിയ വൈദഗ്ധ്യമുള്ളവരാണ്. വളരെ ദൂരെ നിന്ന് തന്നെ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അപ്പുറത്ത് നിന്ന് വരെ വധിക്കാൻ കഴിയുന്ന തോക്കുകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ പരിധിക്ക് എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് പുടിനെ വധിക്കാനുള്ള എന്തെങ്കിലും ശ്രമമാണോ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ട്രംപിനെ വധിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുകയും
അയാളെ പിടികൂടുകയൊക്കെ ചെയ്തതിൻ്റെ അത് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ, അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു ട്രംപിന്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഏതെങ്കിലും ഒന്ന് നടത്താനായി യുക്രൈൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റഷ്യ തിരിച്ചടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ആ തിരിച്ചടി ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്കായിരിക്കും. ഈ 4ാം വാർഷികം, അതായത് 4ാം വർഷം തികയാൻ പോകുമ്പോൾ യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല എന്നുള്ള തോന്നലായിരിക്കണം ഈ ആരോപണം വരുന്നതും ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശ്രമം ഉക്രൈൻ നടത്തിയതും എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടും പറയാൻ കഴിയും. ഒന്നുകിൽ റഷ്യ ഇങ്ങനെ ആരോപിച്ചിട്ട് അതിൻ്റെ പേരിൽ എന്നെ അടിക്കാൻ ഓങ്ങിയവൻ അതുകൊണ്ട് ഞാൻ അടിക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ്റെ ശ്രമം, അവസാനത്തെ ശ്രമം, എങ്ങനെയും ഈ യുദ്ധത്തിനകത്ത് ഒരു അന്ത്യം ഉണ്ടാക്കുക എന്നുള്ള ഉക്രൈൻ്റെ ശ്രമം അതുമായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഈ യുദ്ധത്തിൻ്റെ ലാഭം മുഴുവൻ കിട്ടിയ ഒരാൾ സെലൻസ്കി എന്നുള്ള നിലയ്ക്ക് സെലൻസ്കി അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നുള്ള സംശയവും ഇതേ ഡിഫൻസ് എക്സ്പേർട്ടുകളും സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകളും ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം കിട്ടിയ യുദ്ധത്തിൻ്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾ സെലൻസ്കിയാണ് എന്നുള്ളതാണ്. വൻതോതിലാണ് ആയുധ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ നിന്ന് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് ഇനിയും ദിവസങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന ഫെബ്രുവരിയിലേക്ക് ചിലപ്പോൾ ഒരു വൻ അട്ടിമറി ഉണ്ടായിരിക്കാം, വൻ നീക്കമുണ്ടാവാം. അതെന്തായാലും ലോകത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.